സിക്സ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ചോദിച്ചിട്ടുള്ള 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. For the previous year 2022-23, Mr. Venu has furnished the following information. Income from salary computed 5,20,000. Income from house property 95,000, bank interest on fixed deposit 18,000, long-term capital gains 30,000, short-term capital loss 5,000. He made the following payments: life insurance premium on life, sum assured rupees 2 lakh, policy date 12th May 2020, 22,000. Life insurance premium on wife's life, sum assured rupees 1 lakh, policy date 12th May 2020, 10,000. Deposit in PPF 18,000. Paid for mediclaim insurance on health 12,000. Medical expense on treatment of dependent physically handicapped father, disability 50%, 25,000. Donation to Prime Minister National Relief Fund 10,000. Donation to an approved charitable institution 12,000. Determine his total income for the assessment year 2023-24 by analyzing each. Okay. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ഇൻകം ആണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ഇനി ഓരോ ഹെഡുകളും നമ്മൾ എടുത്ത് ഇതിലേക്ക് എഴുതുന്നു. അതായത് ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ഇൻകം ഫ്രം സാലറി ആണ്. ഇൻകം ഫ്രം സാലറി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം സാലറി തന്നത് എത്രയാണ്? 5,20,000 ആണ് ഇൻകം ഫ്രം സാലറി തന്നിട്ടുള്ളത്. ഇനി അടുത്ത തന്നിട്ടുള്ളത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 95,000 ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുള്ളത്. ഇനി ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്, അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇനി ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കുന്നു. ക്യാപിറ്റൽ ഗെയിനിൽ ലോങ് ടേമും വരുന്നുണ്ട്, അതേപോലെ ഷോർട്ട് ടേമും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് എത്രയാണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് തന്നിട്ടുള്ളത് 30,000 ആണ് ലോങ് ടേം ക്യാപിറ്റൽ തന്നത്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ് തന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എത്രയാണ്? 5,000 ആണ്. അപ്പോൾ 30,000 നിന്ന് 5,000 സെറ്റ് ഓഫ് ചെയ്യും. അപ്പൊ എത്ര വരും? 25,000 എന്ന് ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ മാറ്റിയത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 25,000 കിട്ടും. ഇനി നെക്സ്റ്റ് നാലാമത്തത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇവിടെ വരുന്നത് ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇവിടെ വരുന്നത് ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത് എത്രയാണ്? 18,000 ആണ് ബാങ്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത്. ആ 18,000 നമ്മൾ കാണിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഹെഡ്സ് ഇൻകം ഇവിടെ ടോട്ടൽ വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 5,20,000, അതേപോലെ 95,000, 25,000, 18,000. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6,58,000 എന്ന് ടോട്ടൽ കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? ഈ കിട്ടുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? GTI എന്ന് ഷോർട്ട് ആയിട്ട് പറയും. GTI ആണ്, അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. 5 ഹെഡുകൾ എടുത്തെഴുതുന്നു. അതിനെ അതേ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ സെറ്റ് ഓഫ് കൂടെ ചെയ്തതിനു ശേഷം 5 ഹെഡുകൾ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? GTI കിട്ടിയിരിക്കുന്നത് 6,58,000 ആയിരുന്നു ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്യണം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U, 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്യണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം തന്നിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? 80Cയിൽ വരുന്ന ഡിഡക്ഷൻ ആണ്. അതിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് തന്നിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ്, അതായത് ഫസ്റ്റ് വൺ പറഞ്ഞത് ഇവിടെ 2 lakh ആണ് പോളിസി എമൗണ്ട് വരുന്നത്. അതേപോലെ 22,000 ആണ് പ്രീമിയം എമൗണ്ട് വരുന്നത്. അപ്പൊ പ്രീമിയം എമൗണ്ട്, പോളിസി എമൗണ്ട് തന്നു കഴിഞ്ഞാൽ 14/2012 ശേഷം ആണ് പോളിസി വരുന്നതെങ്കിൽ, പോളിസി എടുത്തതെങ്കിൽ
ആ പോളിസി എമൗണ്ടിന്റെ 10% കാണണം. ഇവിടെ പോളിസി എന്ന് പറയുന്നത് എത്രയാണ് തന്നത്? 2 lakh ആണ്. ഓക്കെ, അപ്പൊ 10% ഓഫ് 2 lakh, അതേപോലെ തന്നെ തന്നിരിക്കുന്ന 22,000 ആണ് നമ്മുടെ പോളിസി എമൗണ്ട് വരുന്നത്, സോറി പ്രീമിയം എമൗണ്ട് വരുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 10% ആണ് എന്ത് വരുന്നത്? കുറവ് വരുന്നത്. വിച്ച് എവർ ഇസ് ലെസ് ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ 2 lakhന്റെ 10% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് തന്നു കഴിഞ്ഞാൽ 1/4/2012 ശേഷമാണെങ്കിൽ അവിടെ പോളിസി എമൗണ്ടിന്റെ 10% കാണുന്നു. അതേപോലെ തന്നിരിക്കുന്ന നമ്മുടെ പ്രീമിയം എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്ത് വിച്ച് എവർ ഇസ് ലെസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ 80Cയിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആരുടേത് തന്നിട്ടുണ്ട്? വൈഫിന്റേത് തന്നിട്ടുണ്ട്. വൈഫിന്റെ തന്നത് എത്രയാണ്? ക്വസ്റ്റനിൽ തന്നത് 10,000 ആണ് പ്രീമിയം എമൗണ്ട്, അതേപോലെ 1 lakh ആണ് എന്ത്? പോളിസി എമൗണ്ട്. അപ്പൊ 1 lakhന്റെ 10% കണ്ടാലും 10,000 ആണ്. അപ്പൊ ഇവിടെ 10,000 തന്നെ എന്ത് വരും? എമൗണ്ട് വരും. 10,000 അല്ലെങ്കിൽ 10% ഓഫ് 1 lakh ആണ്. അതും 1 lakh എന്ന് പറയുന്നതിന്റെ 10% കണ്ടാലും 10,000 തന്നെയാണ് കിട്ടുക. അപ്പൊ 10,000 കൊടുക്കുക. അപ്പൊ 80Cയിൽ വരുന്ന 2 ഡിഡക്ഷൻ കൊടുത്തു. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫും അതേപോലെ വൈഫിന്റേതും. ഇനി നിങ്ങളുടെ ക്വസ്റ്റനിൽ PPF പറഞ്ഞിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ഇൻ PPF, അതായത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. PPFിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ഇൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എത്രയാണ് ക്വസ്റ്റനിൽ തന്നത്? 18,000 ആണ്. ഇതിനെ മൂന്നിനെയും നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അതായത് 20,000ഉം 10,000ഉം 18,000 നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് 48,000 എന്ന് കിട്ടും. ടോട്ടലി 48,000 എന്ന് കിട്ടും. ഇവിടെ 80Cയുടെ മാക്സിമം ഡിഡക്ഷൻ എത്രയാണ്? 1,50,000 ആണ്. ഇപ്പൊ 48 മാത്രമേ ഉള്ളൂ. 1,50,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റനിൽ മെഡിക്ലെയിം ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത് 80D ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസ്. ഓക്കെ, മെഡിക്ലെയിം ഇൻഷുറൻസ് വരുന്ന എന്താണ്? 80Dയിൽ വരുന്നതാണ്. 80Dയിൽ മാക്സിമം ഡിഡക്ഷൻ വരിക 25,000 ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ മെഡിക്ലെയിം ഇൻഷുറൻസ് തന്നിട്ടുള്ള എത്രയാണ്? 12,000 ആണ്. മാക്സിമം 25 വരെ പോകും. അപ്പൊ ഇവിടെ 12,000ന് അങ്ങനെ തന്നെ ഡിഡക്ഷൻ കിട്ടും. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റനിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ്, ഫാദർ 50%, അതായത് ഡിസേബിൾഡ് ആണ്. ഇവിടെ 80DD ആണ് സെക്ഷൻ വരുന്നത്. 80DD. ഓക്കെ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എന്താണ്? ഡിസേബിൾഡ് ആണ്. ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഇവിടെ ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് കേസിൽ മാക്സിമം നമുക്ക് ഡിഡക്ഷൻ കിട്ടുക 75,000 വരെ ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ആ 75,000 തന്നെയാണ് ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ കാണിക്കും. മാക്സിമം 70. ഇവിടെ സീവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 കിട്ടും. ഇവിടെ ഡിസേബിൾഡ് മാത്രമാണ് 50% മാത്രമേ. സീവിയർ ആണെങ്കിൽ 80 എബോവ് ആണ്. അപ്പൊ ഇവിടെ 75,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി ഇതിൽ വരുന്നത് 80G ആണ്. ഡൊണേഷൻ ആണ് വരുന്നത്. 80Gയിൽ ഡൊണേഷൻ ടു എന്ത് വരുന്നുണ്ട്? PMNRF, ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. ഓക്കെ, PMNRF 10,000 തന്നിട്ടുണ്ട്. അതേപോലെ ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും തന്നിട്ടുണ്ട്. ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനും തന്നിട്ടുണ്ട്. ഇത് 80Gയിൽ വരുന്ന ഡിഡക്ഷൻ ആണ്. ഓക്കെ, ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണേഷൻ്റെത് എമൗണ്ട് കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ക്വാളിഫയിങ് എമൗണ്ട് കാണും എങ്ങനെയാണ്? നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും GTAയിൽ നിന്നും, അതായത് GTA എത്രയാണ് ഇവിടെ? 6,58,000 ആണ്. ഇതിൽ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെ കുറക്കണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത് 25,000 ആണ്. അതിനെ കുറക്കണം. അതേപോലെ 80G അല്ലാത്ത മറ്റെല്ലാ ഡിഡക്ഷനും നമ്മൾ മൈനസ് ചെയ്യണം. ഏതൊക്കെയാണ്? 48,000, അതേപോലെ 12,000, അതേപോലെ 75,000. ഇതിനെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ ഈ 6,58,000 നിന്നും 25,000, 48,000, 12,000, 75,000 ഇത്രയും എമൗണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4,98,000 എന്ന് കിട്ടും. ഇതിന്റെ 10% ഓർ എന്താണ്? നമ്മുടെ ഡൊണേഷൻ എമൗണ്ട് 10% കാണുക, അല്ലെങ്കിൽ ഡൊണേഷൻ എമൗണ്ട്. ഡൊണേഷൻ എമൗണ്ട് എത്രയാണ്? ഇവിടെ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡൊണേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 12,000 ആണ്. അതായത് 22,000 വരും. ഓക്കെ, അപ്പൊ ഇവിടെ
ഇതിന്റെ 10% എന്ന് പറയുന്നത് 49,800 ആണ്. അപ്പൊ കുറവ് വരുന്നത് 22,000 ആണ് വരുന്നത്. അപ്പൊ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 22,000 ആണ്. ഓക്കെ, അപ്പൊ 22,000 നിന്നാണ് നമ്മൾ ഡൊണേഷൻ ഇവിടെ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കുക. ഈ 22,000 PMNRF നാഷണൽ റിലീഫ് ഫണ്ടിനാവുമ്പോൾ 100% നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഇവിടെ ഡൊണേഷൻ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞത് 10,000 ആണ്. ആ 10,000 ഫുൾ എമൗണ്ടിനും ഡിഡക്ഷൻ കിട്ടും. ഈ 10,000 എടുക്കുന്നത് നമ്മൾ ഈ 22,000 നിന്നാണ് എടുക്കുന്നത്. ഇനി ഇവിടെ ബാലൻസ് എത്രയുണ്ട്? 12,000 ഉണ്ട്. ഈ 12,000ന്റെ 50% ആണ് അടുത്ത ഡിഡക്ഷൻ കിട്ടുക. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവുമ്പോൾ 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഇപ്പൊ 12,000ന്റെ 50% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6,000 എന്ന് കിട്ടും. ഈ 6,000നാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. അപ്പൊ അതായത് ടോട്ടലി ATGയിൽ 16,000 മൊത്തം ഡിഡക്ഷൻ കിട്ടുന്ന എത്രയാണ്? 16,000 നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ഇത് കൂടെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഇതിനെല്ലാം മൈനസ് ചെയ്യുന്നു. അതായത് 6,58,000 നിന്നും 48,000, 12,000, 75,000, 16,000 ഇത്രയും എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5,07,000 എന്ന് എമൗണ്ട് കിട്ടും. ഈ കിട്ടിയിരിക്കുന്നതാണ് എന്ത്? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ 5,07,000 എന്ന് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കുറച്ച് നോക്കേണ്ടതുണ്ട്. ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ക്ലാസ് അയച്ചു കൊടുക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ക്ലാസ് എത്തുന്നതിലൂടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ.